നമസ്കാരം. VPR കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കാണുന്നത് പോത്തിറച്ചിയാണ്. പോത്തിറച്ചി കൊണ്ട് ഒരു ഇടിയിറച്ചി ഉണ്ടാക്കാം. ഇടിയിറച്ചി സാധാരണ നിലയിൽ 2 തരത്തിലുണ്ടാക്കാം. അതിൽ വളരെ എളുപ്പമായ രീതിയിലാണ് ഇന്ന് നമ്മൾ ഇടിയിറച്ചി ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പോത്തിറച്ചി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു. ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പീസാട്ടോ. അല്പം നീളമുണ്ട്, എന്നാൽ ഒരുപാട് വലിപ്പം ഇല്ലതാനും. ഈ രീതിയിലുള്ള പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെള്ളം കൂടുതലൊഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് വേവിച്ചെടുക്കുക. ഒരു 3/4 വെന്താൽ മതി. പൂർണ്ണമായിട്ടും വേകണമെന്നില്ല. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് വേവിച്ചെടുക്കാം. നമ്മുടെ പോത്തിറച്ചി നല്ല ബെസ്റ്റായിട്ട് 2-3 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് വെള്ളമൊഴിച്ച് അടപ്പത്ത് വെച്ച് ഒരു 3/4 വേവിച്ചെടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ച് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോത്തിറച്ചി പാകത്തിന് വേവിച്ചെടുത്തു കേട്ടോ. ഒരല്പം വെള്ളം ഉണ്ടായിരുന്നു, അതങ്ങ് ഊറ്റിക്കളഞ്ഞു. ഇനി നമുക്കിത് തണുപ്പിക്കണം. തണുപ്പിച്ചിട്ട് വേണം മിക്സിക്കകത്ത് ഒന്ന് കറക്കിയെടുക്കാനായിട്ട്. നമ്മുടെ ഇറച്ചി തണുത്തിട്ടുണ്ട്. മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇങ്ങനെ ഓരോ പീസ് ഇട്ട് കൊടുക്കുക. കൂടുതലിടണ്ട, നമുക്കൊരു കുറച്ചിട്ടാൽ മതി. ഒരു 5-8 കഷ്ണം ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചെടുത്ത് നോക്കാം. ഒരല്പം ശ്രദ്ധിച്ച് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടോ, ഒരു കാരണവശാലും ഉടഞ്ഞു പോകാതെ നാര് പോലെ ഇരിക്കുന്നത്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് ശരിക്കും കാണാം. ഇതുണ്ടോ, നല്ല നാര് പോലെ ഇരിക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇങ്ങനെ ഇരുന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ നമുക്കിത് മൊത്തം അടിച്ചെടുക്കാം. നമ്മുടെ ഇറച്ചി ഇടിച്ചു വെച്ചു. ഇറച്ചിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഇവിടെ നിരത്തി വെച്ചു. വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. വറ്റൽ മുളക്, കാശ്മീരി മുളകാണ്, ഒരു 3-4 മുളകുണ്ട്. കുരുമുളക് പൊടിയാണ് 1 സ്പൂണ്. മസാലപ്പൊടി 1/2 സ്പൂണ്. കറിവേപ്പില ആവശ്യത്തിന് വേണം. പച്ചമുളക് ഒരു 5-6 ഉണ്ട്. വെളുത്തുള്ളി 1 കുടം വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇറച്ചി വറുത്തെടുക്കണം. ഇതെല്ലാം വറുത്തെടുക്കേണ്ടതാട്ടോ. അപ്പോൾ നമുക്ക് ഇടിയിറച്ചി പാകപ്പെടുത്താം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തൽക്കാലം നമുക്ക് ഇത്രയും ഒഴിക്കാം. അടുത്തതായിട്ട് നമുക്കൊരല്പം കടുക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കടുകൊന്നും വേണ്ട. കടുക് പൊട്ട് കഴിഞ്ഞു. കാശ്മീരി മുളകാണ്, ഒരു 3-4 മുളകുണ്ട്, ചെറുതായിട്ട് മുറിച്ചതാണ്. സവാള ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഈ സവാള കണ്ടില്ല കേട്ടോ. ഒരു മുഴുത്ത സവാളയാണ്. അടുത്തതായിട്ട് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില പിന്നെ ഇടാം കേട്ടോ. ഒരല്പം ഉപ്പ് ഇതിൻ്റെ പാകത്തിന് ചേർത്താൽ മതി കേട്ടോ. ഇറച്ചിക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഉപ്പ് പിന്നെ നോക്കി ചേർക്കണം. സവാളയൊക്കെ ഒരുമാതിരി മൂപ്പായിക്കൊണ്ടിരിക്കുന്നു. നമുക്കിനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 5 തണ്ട് കറിവേപ്പില ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് മതിയാകും. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് കോരിയെടുക്കാം. ആയിട്ടുണ്ട്. ഇടിച്ചു വച്ചിരിക്കുന്ന ഇറച്ചിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഒരുപാട് എണ്ണ ആയാലും കൊള്ളിയല്ലോ.
പയ്യെ പയ്യെ ഇളക്കണം, പൊടിച്ച് കളയരുത്, കുഴച്ച് കളയരുത്. പയ്യെ പയ്യെ ഈ കട്ട ഒന്ന് ആദ്യം ഉതിർത്തിയെടുക്കണം. അല്പം എണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. തീ നമ്മൾ കുറച്ചാട്ടോ ഇട്ടേക്കണത്. ഇതിനകത്ത് ചേർക്കേണ്ട ഒരു പ്രധാന ഇനമാണ് ഇഞ്ചി. നമ്മൾ ഇതിനകത്ത് ഇഞ്ചി അരിഞ്ഞിട്ട് ചേർത്താൽ നമ്മൾ ആദ്യം വറുത്തെടുത്തില്ലേ, ആ വറുത്തെടുത്ത് കഴിയുമ്പോൾ അത് ഹാർഡായിരിക്കും, കടിക്കാനൊക്കെ വലിയ പാടാണ്. അതുകൊണ്ട് ഇത് നമ്മൾ നന്നായിട്ട് ചതച്ച് അരച്ച് പോലെ ചതച്ച് ഇങ്ങനെ എടുത്തതാണ്. ഇത് നമുക്ക് ഇതിനകത്തിട്ട് വറുത്തെടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട് കേട്ടോ, ഒരു കഷ്ണം ഇഞ്ചി, ഒരു മുഴുത്ത കഷ്ണം ഇഞ്ചിയാണ്. നമ്മുടെ ഇറച്ചി പാകമായിട്ടുണ്ട്. കടിച്ച് ചവയ്ക്കുമ്പോൾ ഒരു കാരണവശാലും ചതഞ്ഞു പോകാത്ത രീതിയിലുള്ളൊരു മൂപ്പാണ്. എന്ന് പറഞ്ഞാൽ വായിലിട്ട് കടിച്ചു കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു പോകുന്നൊരു മൂപ്പ്. അത് ആ പരുവത്തിന് ആക്കിയെടുത്തെങ്കിൽ ഇതിന് യഥാർത്ഥമായ ടേസ്റ്റും ഗുണവും കിട്ടുള്ളൂ. ഓക്കെ, നമ്മളിത് വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇത് നമുക്ക് ഇടാൻ സമയമായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് 2 സാധനങ്ങൾ കൂടി നമുക്കിവിടെ ചേർക്കാനുണ്ട്. ഒന്ന്, നമ്മൾ പൊടിച്ച മസാലപ്പൊടിയാണ്, ഇറച്ചിക്ക് ശരിക്കും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ചേ ഉള്ളൂ, 1/2 സ്പൂണേ ഉള്ളൂ കേട്ടോ. കുരുമുളക് പൊടി ഇതും 1/2 സ്പൂണേ ഉള്ളൂ, കൂടുതൽ വേണ്ട. നമ്മൾ മറ്റ് വത്തൽമുളക് ഇതൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ ഇടിയിറച്ചിയുടെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ടാൽ ഇതിൻ്റെ ശരിയായ പൂർണ്ണമായ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു നല്ല വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതാണ് നമ്മുടെ ഇടിയിറച്ചി.